എഞ്ചിന്റെ പ്രവർത്തനം ഇത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന എനിക്കറിയില്ലായിരുന്നു. നമ്മൾ പണ്ട് കാലങ്ങളിൽ മൊന്ത വെച്ചിട്ട് പടക്ക പൊട്ടിക്കുമ്പോൾ മൊന്ത തെറിച്ചു പോകത്തില്ലേ, ആ സെയിം മെക്കാനിസമാണ് നമ്മൾ എഞ്ചിനകത്തും ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റ് നമുക്ക് എങ്ങനെയാണ് വരുത്തിയത് നോക്കാം. നമ്മൾ അതിലേക്കൊരു പടക്കം ഇടുന്നു, ആ പടക്കം പൊട്ടിത്തെറിക്കുമ്പോൾ അത് താഴത്തേക്ക് പുഷ് ചെയ്യുന്ന ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമ്മൾ റോട്ടറി മോഷൻ ആക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ആ മെക്കാനിസം. അപ്പം നമുക്ക് ഈ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ഉള്ള ഒരു ഫ്ലൈ വീൽ, അതായത് ചുറ്റുമുള്ള ഒരു ഫ്ലൈ വീൽ കൊടുത്തത്. അപ്പോൾ റൊട്ടേഷൻ മോഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പടക്കം നമുക്ക് എപ്പോഴും ഇട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് അഥവാ നമ്മൾ തീ ഉണ്ടാക്കാൻ, ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എയർ മിക്സ് ചെയ്യുന്നു, സ്പാർക്ക് ഉണ്ടാക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനകത്ത് വലിയൊരു ബോംബ് സ്ഫോടനം നടക്കുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥകൾ മനസ്സിലാക്കുക. സൈലൻസർ ഉള്ളതുകൊണ്ടോ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഒച്ച കേൾക്കാത്തത്. സോ ആ ട്രാപ്പായ എയർ എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു എക്സിറ്റ് വാൽവും കൊടുക്കുന്നു. അതിൻ്റെ ടൈമിങ്ങിനെ നമ്മൾ ക്യാം ഷാഫ്റ്റ് വെച്ച് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടൊരു മെക്കാനിസം. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.